2023 മെയ് 10 നമ്മുടെ കേരളത്തിനെ നടുക്കിയ ഒരു കൊലക്കേസാണ് ഡോക്ടർ വന്ദന കൊലക്കേസ്. ശരിക്കും അതൊരു നമ്മുടെ കേരളത്തിൽ കേട്ടുകേൾവി ഇല്ലാത്തൊരു കേസ് തന്നെയാണ് ഈ വന്ദന കൊലക്കേസ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് സംഭവം നടന്നത് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു. കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദന ദാസ് വെറും 23 വയസ്സ് പ്രായമായിരുന്നു. അവിടെ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ വന്ദന ദാസ്. ആ വന്ദനാദാസ് ആണെങ്കിൽ ഏക പുത്രിയും കൂടി ആയിരുന്നു ആ മാതാപിതാക്കൾക്ക്. നമ്മൾ ഓർക്കണം, എത്ര ക്രൂരമായ കൊലപാതകമാണ് അന്ന് അവിടെ അരങ്ങേറിയതല്ലേ. അതായത് മദ്യലഹരിയിലായിരുന്ന ഈ പ്രതി സന്ദീപിനെയും കൊണ്ട് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി വന്നതാണ് ഈ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ച്. വന്ദനാദാസ് ആയിരുന്നു അന്ന് അദ്ദേഹത്തിനെ പരിശോധിച്ചത്. ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ ഈ പ്രതിയായ സന്ദീപ് അവിടെ നിന്നൊരു സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ആയ ഒരു സിസർ മോഷ്ടിക്കുന്നു. അത്രയും നേരം ശാന്തനായിട്ട് ഇരുന്ന അയാൾ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് വയലന്റ് ആകുന്നു. അവിടെയുള്ള ജീവനക്കാരെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കിയ ഡോക്ടർ വന്ദനയെ ഈ പ്രതിയായ സന്ദീപ് പിടിച്ചു നിർത്തി ആ കയ്യിലുണ്ടായിരുന്ന കത്രി ഉപയോഗിച്ച് നെഞ്ചിലും കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തുമായിട്ട് 23 കുത്തോളം കുത്തി എന്നാണ് അറിഞ്ഞത്. 2023 മെയ് 10 സംസ്ഥാനത്തെ ആകെ നടുക്കിയ വന്ദനാദാസ് കൊലപാതകം നടക്കുന്ന സംസ്ഥാനത്ത് അതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമായിരുന്നു. ആ ഒരു ആരോഗ്യ പ്രവർത്തക, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയെ അതിക്രൂരമായി കൊലപ്പെടുത്തുക എന്നുള്ളത്. വീട്ടിലുണ്ടായ തർക്കങ്ങളെ തുടർന്ന് സന്ദീപിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. പോലീസാണ് കൊണ്ടുവരുന്നത്. വൈദ്യപരിശോധനയ്ക്കും ഈ മുറിവുകൾ കെട്ടുന്നതിനുമായി ഒക്കെയായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന സന്ദീപ് വളരെ ശാന്തനായാണ് നിന്നത്. പിന്നീട് പെട്ടെന്ന് അദ്ദേഹം അക്രമകാരിയായി മാറുകയായിരുന്നു. അക്രമകാരിയായി മാറിയെന്ന് മാത്രമല്ല, സർജിക്കൽ കത്രിക കൈക്കലാക്കിയ ഈ സന്ദീപ് അവിടെ ഒരു അക്രമ രൂപത്തിലേക്ക് മൊത്തം ഈ സീൻ തന്നെ കൊണ്ടുവന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാം കുതറി മാറി ഓടുകയും ചെയ്തു. എന്നാൽ വന്ദനാദാസിന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ സർജിക്കൽ കത്രിക കൊണ്ടാണ് വന്ദനാദാസിനെ ആക്രമിച്ചപ്പോൾ തന്നെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അടുത്തുള്ളവരും ഓടിക്കൂടി. പോലീസും മാറിപ്പോയി. കാരണം 1-2 പോലീസുകാരെ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കും ഈ സർജിക്കൽ കത്രിക കൊണ്ട് ഏകദേശം 16ഓളം കുത്തുകൾ പല സ്ഥലത്ത് മുതുകത്തും കഴുത്തിലുമൊക്കെയായി സന്ദീപ് കുത്തിയിരുന്നു. കുത്തുകൊണ്ട് വീണ ഈ വന്ദനാദാസിനെ അപ്പോൾ തന്നെ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. അവിടെ നിന്നാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു വന്ദനാദാസ്. പിന്നീട് പിറ്റേന്ന് അവർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്തിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയാണ് ഈ മാരകമായ ആക്രമണത്തിലൂടെ കൊല ചെയ്യപ്പെട്ടത്. ഈ കേസ് സംസ്ഥാനത്തെ ആകെ നടുക്കമുണ്ടാക്കി. ഡോക്ടർമാരുടെ സംഘടനകളടക്കം സമരവുമായി രംഗത്ത് വന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് എന്ത് സുരക്ഷ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ ഡോക്ടർമാരടക്കം രംഗത്ത് വന്ന് പൊതുമനസാക്ഷിയെയും ഞെട്ടിച്ചു. സർക്കാർ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലാക്കി. പിന്നീട് ഈ കേസ് പലതട്ടിൽ അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഒടുവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ തന്നെ ഇതിലൊട്ടനവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രത്യേക ഇന്റൻഷനൊന്നുമില്ലാതെ ചെയ്ത കൊലപാതകമാണ്. പെട്ടെന്ന് അക്രമാസക്തനായി ചെയ്ത കൊലപാതകമാണ്. അതുകൊണ്ട് ഇതിനെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതൊക്കെ വളരെ ഈ കാര്യമായി ചെയ്യേണ്ട ജോലിയായിരുന്നു പോലീസിന്. തെളിവുകളെല്ലാം കണ്ടെത്തിയാണ് ഒടുവിൽ വിചാരണ കോടതി, കൊല്ലം സെഷൻസ് കോടതിയിലേക്ക് വിചാരണയ്ക്ക് എത്തിയത്. വിചാരണയ്ക്കെത്തി 3 വർഷത്തിനിപ്പുറമാണ് ഇപ്പോൾ വിധി പറയാൻ മാറ്റിയത്. കഴിഞ്ഞ ദിവസമാണ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞത്. കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളൊക്കെ നിലനിൽക്കില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ തുടക്കം മുതലുള്ള വാദങ്ങൾ. അതായത് ഒരു പ്രത്യേകമായ ഒരു ശത്രുത ഈ വന്ദനാദാസുമായി പ്രതിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മാനസിക രോഗബാധിതനാണ് പ്രതി. അതുകൊണ്ട് തന്നെ അതിന് ആനുകൂല്യം പ്രതിക്ക് നൽകണമെന്ന ഒരു കച്ചിത്തുരുമ്പിലായിരുന്നു പ്രതിഭാഗം പിടിച്ചിരുന്നത്. അതുതന്നെ ഈ ഒരു ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ പ്രതി നടത്തിയിരിക്കുന്ന കൃത്യമായ നീക്കങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുക, അതിൽ നിന്ന് ലൂപ്പ് ഹോൾസുകൾ കണ്ടെത്തുക, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, അതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെയും പ്രതിയുടെയും നീക്കം. അതുതന്നെയായിരുന്നു പ്രോസിക്യൂഷനെ പലതവണയും ഒരു തരത്തിൽ ഒരു അമ്പരപ്പുണ്ടാക്കിയ രീതിയിലായിരുന്നു. അതായത് ഈ ഒരു കൊലപാതകത്തിന് പ്രതിഭാഗം പ്രധാനമായും പറഞ്ഞു വെച്ചത് എന്തെങ്കിലും ഒരു കൊലപാതകം നടത്തുമ്പോൾ അതിനൊരു മോട്ടീവ് ഉണ്ടാകണം. ഇവിടെ ഒരു മോട്ടീവ് ഉണ്ടാകുന്നില്ല. വന്ദനയെ നേരത്തെ അറിയുന്ന പ്രതിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിലേക്ക് വന്ന് ഈ ആശുപത്രി ഒരു പക്ഷേ തകർക്കണമെന്ന ഒരു ലക്ഷ്യം പ്രതിക്കില്ല. മറ്റെന്തെങ്കിലും ചികിത്സാ പിഴവോ അല്ലെങ്കിൽ ആശുപത്രിക്കെതിരെയോ മറ്റു ഡോക്ടർമാർക്കെതിരെയോ ഒന്നും യാതൊരു വിധത്തിലുള്ള വൈരാഗ്യവും പ്രതിക്കില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ
കൊലപാതകം നടത്തിയത് അത് പ്രതിയുടെ മാനസിക വൈകല്യം കൊണ്ട് തന്നെയാണ് എന്നാണ് പ്രതിഭാഗം വാദിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഈ കൊലപാതകത്തിന്റെ രീതി കൃത്യമായി മുന്നോട്ട് പ്രോസിക്യൂഷൻ വെക്കുകയാണ്. അതാണ് ഈ കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള രീതികൾ പ്രതിക്ക് മാനസിക പ്രശ്നമില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഹോസ്പിറ്റലിനുള്ളിലെ ഡ്രസ്സിംഗ് റൂമിൽ കയറിയ പ്രതി വളരെ ബഹളമുണ്ടാക്കുന്നുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അതിനൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് വളരെ തന്ത്രപരമായി കത്രിക കൈക്കലാക്കുകയും കയ്യിൽ ഒളിപ്പിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആക്രമിക്കുന്നവരെല്ലാം മർമ്മസ്ഥാനങ്ങളിലാണ് പലതവണ കുത്തി പരിക്കേൽപ്പിച്ചു വന്നതും ഈ പ്രതിയുടെ ഈ ക്രൂരത വെളിവാക്കുന്നുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നു. അതോടൊപ്പം തന്നെ വന്ദനയെ ഒരു പ്രാവശ്യം കുത്തി അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്, പുറകെ നടന്ന് കുത്തുകയാണ്. വന്ദനയെ ബലമായി പിടിച്ചിരുത്തി. ഒന്ന് ആലോചിച്ചേക്ക്, എത്ര ക്രൂരമായ ഒരു കൊലപാതകമാണതെന്ന്. അതുപോലെ തന്നെ ഒരു മുൻപരിചയം പോലും ഇല്ലാത്ത ഒരാൾ, ഒരു വൈരാഗ്യമില്ലാത്ത ഒരാളോടാണ് ഈ ക്രൂരത ഈ സന്ദീപ് എന്ന ഈ നികൃഷ്ട ജീവി കാണിച്ചു കൂട്ടിയത്. കുത്തുകിട്ടിയ വന്ദനയെ ഉടൻ തന്നെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ കാണിക്കുകയും അത് കഴിഞ്ഞ് അവിടുന്ന് തീവ്രപരിചരണത്തിനായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ വന്ദനയെ രക്ഷിക്കാൻ സാധിച്ചില്ല. അത്രയും ഗുരുതരമായ കുത്തായിരുന്നു ഈ കുട്ടിക്ക് കിട്ടിയത്. പ്രതി സന്ദീപ് എന്ന് പറഞ്ഞ അയാളാണെങ്കിൽ ഒരു ബോൺ ക്രിമിനലാണ്. കാരണം ഒരു മുൻവൈരാഗ്യം പോലും ഇല്ലാത്ത ഒരാളെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ, അയാളുടെ ഒരു സ്വഭാവം എന്തായിരിക്കും? അയാൾ ശരിക്കും ഒരു ബോൺ ക്രിമിനൽ ആണെന്ന് തന്നെ നമുക്ക് വിധിക്കാം. ഇതേ തുടർന്ന് നമ്മുടെ കേരളത്തിൽ ഭയങ്കര വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കാരണം ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു സുരക്ഷ വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. നമ്മളതൊന്നും ഒരിക്കലും മറക്കത്തില്ലായിരുന്നു. ഈ സന്ദീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളൊരു അധ്യാപകനായിരുന്നു. ഇയാള് കുടുംബത്തിൽ, അതായത് ഇയാളുടെ ഭാര്യയെ ഇയാള് ദിവസേന ഉപദ്രവിക്കുമെന്നാണ് ഈ ഭാര്യ പറയുന്നത്. ഇയാൾക്കെതിരെ വന്ന് കോടതിയിൽ വന്നിട്ട് മൊഴിയും കൊടുത്തിട്ടുണ്ട് എന്നും ഈ ഭാര്യയെ ഉപദ്രവിക്കുമെന്നുള്ള കാര്യം. പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് കൊലപാതക കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ പ്രതിയായ ഈ സന്ദീപ് ആണെങ്കിൽ ഒരു സ്കൂൾ അധ്യാപകനാണെന്ന് ഓർക്കണം. പറയുന്നത് ഇയാൾ എപ്പോഴും ഈ ഭാര്യ എന്നും ഉപദ്രവിക്കുമെന്നാണ്. വെറും 44 വയസ്സാണ് ഇയാൾക്കുള്ളത്. മരിച്ചുപോയ ഡോക്ടർ വന്ദനയ്ക്ക് 23 വയസ്സ് പ്രായവും. സന്ദീപിന്റെ വക്കീലാണെങ്കിൽ ഇയാളൊരു മാനസിക രോഗിയാക്കാനുള്ള രീതിയിലാണ് കേസ് വാദിച്ചത്. വാസ്തവത്തിൽ ഇയാളെ പോലുള്ള ക്രിമിനലുകളെ ഒന്നും ഒരിക്കലും വെറുതെ വിടരുത്. കാരണം ഇയാളൊക്കെ ഒരു ബോൺ ക്രിമിനലാണ്. ശിക്ഷ എന്ത് തന്നെ ആയാലും ഈ മരിച്ചുപോയ ഡോക്ടർ വന്ദനയെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മൾ ഓർക്കണം, ആ അമ്മയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ് ആ മരിച്ചുപോയത്. നാളെ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ അമ്മയെ അച്ഛനെ കൂടി. ഇതൊക്കെ ആയാലും ആ അമ്മയുടെ അച്ഛൻ്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഈ മകളെക്കുറിച്ചുള്ള ഓർമ്മകളും ആ മകളുടെ ദാരുണ അന്ത്യമായിരിക്കും ആ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിലുണ്ടാകാൻ പോകുന്നത്. ഇയാൾക്ക് അറിയാതെ, അതായത് ഒരു മുൻവൈരാഗ്യം ഇല്ലാതെ ഇയാൾക്ക് ഒരാളോട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഇയാൾക്ക് അറിയാവുന്ന ഒരാളോട് ഇയാൾ എന്തായിരിക്കും ചെയ്യുന്നത്? അയാളോടൊരു പകയുണ്ടായിക്കഴിഞ്ഞാൽ ഇയാൾ എന്ത് ക്രൂരനായിട്ടായിരിക്കും മാറുന്നത്? ഇയാളെയൊന്നും ഒരിക്കലും പുറത്തു വിടരുത്. ഇയാൾക്കൊക്കെ ഭയങ്കര വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. പക്ഷെ നമ്മുടെ നിയമം എവിടം വരെ പോകും നമുക്കറിയില്ല. എന്തായാലും മാർച്ച് 21 നമുക്ക് അവളുടെ നീതിക്ക് വേണ്ടി കാക്കാം.